ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് കേസിൽ അറസ്റ്റിലാകുന്നത്. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോഴും ഇന്നിവിടെ പോയി എങ്ങനെ ഇങ്ങോട്ട് വരണ്ടേ? അത് ഇന്ന് അദ്ദേഹം വരാത്ത കാര്യം ഇത് ചാനലിൽ വന്ന് അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടാവും. ഈ ജയിലിൽ കിടന്ന നിരപരാധികൾ എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഹോസ്റ്റ് ചെയ്യുന്ന തമ്മിൽ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ചർച്ച. ഈ ഫേക്ക് കേസും ഫേക്ക് അലിഗേഷനും കാരണം കുറച്ചു കാലം ജയിലിൽ കിടന്നു ജീവിതം നശിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തലായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം. വേറെ ലെവല് പരിപാടിയായിരുന്നു, മസ്റ്റ് വാച്ചാണ് മക്കളെ. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥിന്റെ അനുഭവം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയുടെയും കൂടി അനുഭവം പറയാതിരിക്കാൻ വയ്യ. ജോസഫ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം കാമുകനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കൊടുത്ത കള്ള പോക്സോ കേസിൽ 289 ദിവസമാണ് 78കാരനായിട്ടുള്ള ഈ ജോസഫിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. എത്രയാണ് 289 ദിവസങ്ങൾ? ഒരു പെൺകുട്ടി വന്ന് വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരാളുടെ ജീവിതം എത്രത്തോളം നിഷ്പ്രഭമായി തകർക്കാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ ചുമ്മാ ഒരു പെൺകുട്ടി വന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാളിനെ പീഡിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി അയാളുടെ ജീവിതം തകർത്ത് കളയാൻ. എനിവേ, ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്ന ജോസഫ് ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടക്കാണ് അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കാമുകരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കൈയോടെ പൊക്കി ഇദ്ദേഹം എന്താക്കി, അത് വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ശാസിച്ചു. ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയും കൂടിയായിരുന്നു. എന്തായാലും ഇതോടെ താൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഈ പെൺകുട്ടിയുടെ കാമുകൻ എന്താക്കി, ഒരു ബുദ്ധി ഈ പെൺകുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇയാൾ തന്നെ പീഡിപ്പിച്ചെന്ന് സ്കൂളിൽ പോയി പറയാം. അങ്ങനെ ഈ പെൺകുട്ടി നേരെ എന്താക്കി, സ്കൂളിൽ പോയി പറഞ്ഞു കൊടുത്തു, ഞാൻ ഗർഭിണിയാണ്, ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന്. ഉടനെ സ്കൂൾ അധികൃതർ എന്താക്കി, പോലീസുകാരെ കാര്യം അറിയിച്ചു. പോലീസുകാർ രണ്ടാമതൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ ഈ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ജോസഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പോക്സോ കേസും ചുമത്തി ഇയാളെങ്കിൽ റിമാൻഡിൽ വിട്ടു. അങ്ങനെ 289 ദിവസമാണ് ഇയാൾക്ക് പുറംലോകം കാണാതെ ജയിലിൽ കഴിയേണ്ടി വന്നത്. അങ്ങനെ അവസാനം 289 ദിവസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. അങ്ങനെ ഇയാൾ എന്താക്കി, കോടതി വെറുതെ വിട്ടു. പക്ഷേ ഈ 289 ദിവസം കാലയളവിൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമായിരിക്കും അല്ലെ? ഒരു പോക്സോ കേസ് പ്രതിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഒരു ഫേക്ക് അലിഗേഷനെ പുറത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രത്തോളമാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കും. എനിവേ, കഴിഞ്ഞ ജൂലൈയിലാണ് കേട്ടു ഇയാൾ കോടതി വെറുതെ വിട്ടത്. ഇയാളെ കോടതി വെറുതെ വിട്ടതിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് ഒന്ന് കേട്ടു നോക്കി. ജീവിതത്തില് ചതിയെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുകൊണ്ട് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞതാണ്, അല്ലാതെ അവൾ മനഃപൂർവ്വം പറയുന്നു. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അതുകാരണം എന്നെ കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോഴും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. എന്തൊരു മനുഷ്യനാണ് അല്ലെ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും താൻ ജയിലിൽ കിടക്കാൻ കാരണക്കാരായിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് എവിടെയും ഇയാൾ മോശമായി സംസാരിക്കുന്നില്ല അല്ലെ? അവൾക്ക് സംഭവിച്ച ഒരു ബുദ്ധിമോശം എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. എവിടെയും ആ പെണ്ണിനെ കുറ്റപ്പെടുത്തുന്നില്ല. മാത്രമല്ല, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. അന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് പോലീസുകാർ ഇയാൾ പ്രതി ചേർത്തത്. എന്നിട്ട് പോലും ഇയാൾ ആ പോലീസുകാരെ കുറിച്ച് പറഞ്ഞ എന്താണ്, പോലീസുകാർ ഇതിലൊന്നും കുറ്റം പറയാനില്ല എന്നുള്ളതാണ് അല്ലെ? പിന്നെ ഇയാൾ ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്റെ മക്കൾ എന്റെ കൂടെ നിന്നു എന്നുള്ളത്. ഒരിക്കലും ഇയാളുടെ മക്കൾ ഇയാളുടെ കൂടെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് ഇയാൾക്കെതിരെ വന്നപ്പോൾ ഇയാളുടെ മക്കൾ ഇയാൾ തള്ളി പറയുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ സംസാരിക്കാം. എന്തായാലും ഈ ആയുഷ്കാലത്ത് അനുഭവിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ വേദനകൾ ഇദ്ദേഹം കഴിഞ്ഞ 289 ദിനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ട്യൂബിന്റെ വെളിച്ചവും ഫാന്റെ കാറ്റും അല്ലാതെ ഇയാൾ വേറൊന്നും കണ്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ 289 ദിവസം. ഇദ്ദേഹം പുറലോകം കാണുന്നത് തന്നെ ഈ 9 മാസത്തിന് ശേഷമാണ്. ഒരു കുറ്റം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു കുറ്റവും ചെയ്യാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, കാറ്റും വെളിച്ചവും കാണാതെ 289 ദിവസം കഴിച്ചു കൂട്ടേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും
എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പോലും ഇയാൾക്ക് ആരോടും ഒരു പരാതിയുമില്ല. ഇയാൾക്കെതിരെ വ്യാജ കേസ് കൊടുത്ത പെൺകുട്ടിയോടോ ഒന്ന് കേസ് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഇയാളെ കുറ്റക്കാരനാക്കിയ പോലീസുകാരോടോ ഇയാളെ തള്ളി പറഞ്ഞ മക്കളോടോ ഇയാൾക്ക് യാതൊരു പരാതിയുമില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിച്ചത് ബൈജു എന്ന് പറഞ്ഞൊരു വക്കീലാണ് കേട്ടോ. അയാളാണ് ഇദ്ദേഹത്തിന് നീതി നേടിക്കൊടുത്തത്. എന്തായാലും ഈ പറയുന്ന ബൈജു എന്ന് പറഞ്ഞ വക്കീൽ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് കേട്ടോക്കാം. ഞാൻ ആലപ്പുഴയിൽ അഭിഭാഷകനാണ് ബൈജു. എനിക്ക് അങ്ങനെ ഒരു പോക്സോ കേസിലാണ്. അതെ, അതായത് ആലപ്പുഴയില് ഒരു പോക്സോ കേസിൽ ഒരു പ്രായം 78 വയസ്സുള്ള ഒരാള് 289 ദിവസം അകത്ത് കിടന്നു. ആ കേസ് ഞാൻ കള്ളക്കേസായിരുന്നു. അതായത് ആ കേസ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ ഒരു ജയിൽ വിസിറ്റിന് ചെന്നപ്പം അദ്ദേഹം എല്ലാ ദിവസവും ഞാൻ ജയിൽ വിസിറ്റിന് മിക്കവാറും ചെല്ലുമ്പോൾ അദ്ദേഹം ജയിലിൽ വന്ന് കാണും, എന്നോട് സംസാരിക്കത്തില്ല. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം ജയിലിൽ ഞാൻ ചെല്ലുമ്പോൾ വളരെ താടിയൊക്കെ വളർത്തി നിരന്തരം എന്നെ വന്ന് കാണും, സംസാരിക്കത്തില്ല, ഇത് കരച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാറേ ഞാൻ ഈ കുറ്റം ചെയ്തതല്ല, പക്ഷെ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആരുമില്ല, ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അടുത്ത ദിവസം റിമാൻഡ് കിടക്കുക 259 ദിവസമായി. അപ്പൊ ഞാൻ ജാമ്യം കോടതി അനുവദിക്കുന്നില്ല, പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ടുള്ള നടപടി എടുത്തു. ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. കേസ് ട്രയലിൽ വന്നു. കേസ് വിസ്താരം തുടങ്ങി വന്ന സമയത്ത് ഈ കുട്ടിയെ ഞാൻ വിസ്തരിക്കുമ്പം കുട്ടി പടപെടാവുന്ന കോടതിയിൽ നിന്ന് കരയുക. സാറിന് പറഞ്ഞു എന്നെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ കോടതിയിൽ കള്ളത്തരം പറഞ്ഞതാണ്. കുട്ടി കോടതിയിൽ നിന്ന് പറയാ. കുട്ടി അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് അതിന്റെ കഥ വരുന്നത്. ഈ കുട്ടിയുടെ കാമുകൻ കുട്ടിയെ പീഡിപ്പിച്ചു. അതായത് കുട്ടിയും ഈ കാമുകനുമായി വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇദ്ദേഹം കണ്ടു. അദ്ദേഹം അത് പറയുമെന്ന് പറഞ്ഞ് കുട്ടിയെ വഴക്ക് പറഞ്ഞു. അത് മറച്ചു വെക്കാനായി കാമുകൻ ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. അതായത് ഈ കുട്ടിയുടെ സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാ. അതെ, ഈ കുട്ടിയുടെ ആലപ്പുഴയിലെ ഒരു പ്രമുഖ സ്കൂളിലെ വാച്ചറയാള്. ഈ കുട്ടിയുടെ വീടിനടുത്ത് തന്നെ ഇയാള്. ഇയാള് ഈ കുട്ടിയുടെ വീടിനടുത്ത് ഉള്ള ആളായതുകൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾ കണ്ടു ഈ കുട്ടി ഈ കാമുകനുമായി ഇങ്ങനൊരു ബന്ധം. അത് ഇയാൾ വിലക്കി. ആ വൈരാഗ്യത്തിൽ കുട്ടി കാമുകനുമായി ഇങ്ങനെ ഉണ്ടാക്കിയ കഥയും സ്കൂളിൽ ചെന്ന് കുട്ടി പറഞ്ഞു ആ കുട്ടി ഗർഭിണിയാണ്. കുട്ടി ഗർഭിണിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ പീഡിപ്പിച്ച ഒരു കഥ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും കുട്ടി. പക്ഷേ അതിനുശേഷം കുട്ടിക്കൊരു വിസ്തരിച്ച് വന്നപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നു, കുട്ടി പൊട്ടിക്കരഞ്ഞു. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൃത്തിയായിട്ടൊരു അവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി വന്നു നിന്നു ഒരു വൃദ്ധനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുകയാണ് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന്. അങ്ങനെ പറയുമ്പോഴേക്കും ഈ സമൂഹം മൊത്തം ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കത്തുള്ളൂ അല്ലേ. അത് പിന്നെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ നിയമപാലകരായിട്ടുള്ള പോലീസുകാരെ കുറിച്ചാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറയുമ്പോഴേക്കും രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആ വൃദ്ധനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് വലിയൊരു അനാസ്ഥ തന്നെയാണ്. അത് പറയാതെ വയ്യ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ദിനം പ്രതി കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിൽ നിന്ന് അവളുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളെന്നെ പീഡിപ്പിച്ചെന്ന് പറയും. പോലീസുകാരെന്താക്കും, രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ വ്യക്തിക്കെതിരെ നടപടി എടുക്കും. അവസാനം കുറെ കഴിയുമ്പോഴായിരിക്കും അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാവുക. അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസുകാരുടെ മടിയാണ്. ഇവർക്ക് ഈ കേസിനെ വയ്യാവലി എടുത്ത് തലയിൽ വെക്കാനും ഇതിന് പിന്നാലെ നടത്തി ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനൊന്നും വയ്യ. അപ്പൊ അതിനുവേണ്ടി ഇവർ കണ്ടെത്തുന്ന എളുപ്പമാർഗം എന്തായിരിക്കും? പെണ്ണിന്റെ പരാതി എഴുതെടുക്കും. ആരോപിക്കപ്പെട്ട വ്യക്തിയോട് രണ്ടാമതൊന്നും ചോദിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതോടെ ഇവർക്ക് കേസ് ക്ലോസ് ചെയ്ത് മിണ്ടാതിരിക്കാമല്ലോ, പണിയും കുറഞ്ഞു കിട്ടി. അതിനുവേണ്ടി ഇവർ ചെയ്ത് കൂട്ടുന്ന പരിപാടികളാണ് ഇതെല്ലാം. പക്ഷെ അത് കാരണം അപ്പുറത്ത് ബലിയാടാകുന്നതോ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനും. ഇതിനെക്കുറിച്ച് ഇനിയെങ്കിലും സംസാരിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. അപ്പൊ കോടതിക്ക് ഒരു സംശയം, ഇനി കുട്ടിയെ നമ്മൾ സ്വാധീനിച്ചിട്ട് പറഞ്ഞു. കോടതി അപ്പൊ തന്നെ റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തു. സെയിം തന്നെ, പക്ഷെ പോലീസ് അങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് വീണ്ടും സെയിം റിപ്പോർട്ട്. പക്ഷേ അതിന് കഷ്ടകാലം എന്താണെന്നറിയോ, അവിടെ മജിസ്ട്രേറ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല. മജിസ്ട്രേറ്റിന്റെ അടുത്ത് വന്ന് കൊച്ചു സത്യം പറയുമെന്ന് മനസ്സിലായി പോലീസിന്. 164 എടുക്കാതെ വീണ്ടും റിപ്പോർട്ട് വന്നു. കൊച്ചു കോടതി പിന്നെയും വന്നേച്ച് പറഞ്ഞ് എന്നെ പോലീസ് കണ്ട് മൊഴിയെടുത്തില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് പോലീസ് ഒരു കള്ളമൊഴി കൂടെ എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് പിന്നെ ഇയാളുടെ മകൾ പോയി സ്വാധീനിച്ചതാണെന്നും പറഞ്ഞു. കൂടാതെ ഈ കൊച്ചു പോലീസുകാർക്ക് അബദ്ധം പറ്റിയത് അവരെ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ. പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി പോലും കോടതിയിൽ വന്ന് സത്യം പറഞ്ഞു, ഇയാൾ എന്നെ പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ കൊടുത്തത് കള്ളക്കേസാണ് എന്ന്. പക്ഷെ എന്നിട്ട് പോലും പോലീസുകാർ തിരുത്താൻ തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? അങ്ങനെ തിരുത്താൻ തയ്യാറാവേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പോലീസുകാരോട് പ്രതിക്കൂട്ടിലാവല്ലോ. എന്തുകൊണ്ട് കൃത്യമായി അന്വേഷിക്കാതെ ഈ പറയുന്ന ജോസഫിനെ പ്രതിയാക്കിയെന്നുള്ള ചോദ്യം കോടതിയോ പോലീസിനോട് ചോദിക്കല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലീസുകാർ പഠിക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി പോലീസുകാർ എന്താക്കി, മാക്സിമം ജോസഫിനെ പ്രതിയാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്ന് മൂവ് ചെയ്തു. ഇവിടെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം
ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാലും വേണ്ടില്ല താങ്കളുടെ ഈഗോ ജയിക്കണം, ഒരു കാരണവശാലും കോടതി താങ്കളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പോലീസുകാർ ചിന്തിച്ചത് അല്ലേ? എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണെന്ന് നോക്കി. ഇവിടെ ഒരു പക്ഷെ ആ പെൺകുട്ടി മൊഴി മാറ്റി പറയാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ, കോടതിയിൽ വന്ന് സത്യാവസ്ഥ വിളിച്ചു പറയാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പോക്സോ വകുപ്പിൽ ആ ജോസഫിന് ജയിലിൽ കഴിയേണ്ടി വന്നേനെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇതൊരു ജോസഫിന് കേസിൽ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കേസുകളിൽ പോലീസുകാർ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ ഈ അനാസ്ഥ കാരണം ഇവിടെ എത്രയോ ജീവിതങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പോലീസുകാരും ഇത്തരക്കാരാണ് എന്നല്ല കേട്ടോ. ഇനി ആരും അങ്ങനെ കരുതണ്ട. നല്ല രീതിയിൽ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന എത്രയോ നല്ല പോലീസുകാർ നമുക്കിടയിലുണ്ട്. അവരോടുള്ള റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ചെറ്റ പോലീസുകാരും നമുക്കിടയിൽ ഉണ്ടെന്ന് പറയാതെ വയ്യ. ഈ ഡ്യൂട്ടി ചെയ്യാൻ മടിയുള്ള ഒരു കേസ് വരുമ്പോഴേക്കും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണമെന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ പോലീസുകാർ നമുക്കിടയിലുണ്ട്. ഇവരുടെ ഈ ചിന്താഗതി തന്നെ മതി ഒരുപാട് നിരപരാധികളുടെ ജീവിതം നശിച്ചു പോകാൻ. ഇന്ന് പലരും പല പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കുന്നത് തന്നെ ഇത്തരം പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് കൊണ്ടാണ്. ചിലപ്പോൾ അവർ വാദിയെ പിടിച്ച് തന്നെ പ്രതിയാക്കി കളയും, പ്രതിയെ പിടിച്ച് വാദിയാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവർക്കുള്ളത്. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ തന്നെ പലർക്കും പോലീസുകാരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. പക്ഷെ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പോലീസുകാർക്കും കൂടി ഇവരൊരു വിലങ്ങുതടിയാണ്. ഇനിയെങ്കിലും ഇത്തരം പോലീസുകാർ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് ഈ സമൂഹത്തിനും കൂടി ആവശ്യമാണ്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് കേട്ടോ, ബാക്കിയൂടെ കേട്ടോക്കാം. എന്നിട്ട് ഈ പെണ്ണിന്റെ അമ്മയും പറഞ്ഞു, പക്ഷെ അവരെ ഒന്നും വിസ്തരിച്ചില്ല, കോടതി ഇത് ചെയ്തു. ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത് ഇയാൾ ഇറങ്ങിയ ശേഷം പിന്നെ ഇയാളപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാളുടെ മക്കൾ ചോദിച്ചത്, അച്ഛൻ ഒരു മോഷണ കേസ് പ്രതിയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, മറിച്ച് അച്ഛൻ ഇങ്ങനൊരു കേസ് കൊണ്ട് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കത്തില്ല. എന്തൊരവസ്ഥയാണ് അല്ലേ? സ്വന്തം മക്കൾ പോലും കഴിയുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും സ്വന്തം അച്ഛനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്ന പശ്ചാത്തലത്തിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടെങ്കിലും മക്കൾക്ക് സ്വന്തം അച്ഛനൊന്നും തള്ളി പറയാമായിരുന്നു. ഇനി ഈ മക്കൾ അന്വേഷിച്ചിട്ടും അവർക്ക് കുറ്റക്കാരനാണെന്നുള്ള ബോധ്യം വരികയാണെങ്കിൽ അച്ഛനെ തള്ളി പറഞ്ഞതെങ്കിൽ പിന്നെയും ഓക്കെ, അങ്ങനെ തള്ളി പറയുക തന്നെ വേണം, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ അന്വേഷിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ തള്ളി പറയുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഒന്നുമല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നെങ്കിലും മക്കൾക്ക് ചിന്തിക്കാമായിരുന്നല്ലോ. എന്തായാലും പോട്ടെ, സംഭവിക്കാണതെല്ലാം സംഭവിച്ചല്ലോ, ബാക്കി കേട്ടോക്കാം. അയാൾ അതുകൊണ്ട് ജയിലിൽ ആരും കാണാൻ ചെല്ലത്തുമില്ലായിരുന്നു, ഒന്നുമില്ല. അതിനുശേഷം ഇയാളത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാമെന്ന്. പക്ഷെ അയാൾ ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാമെന്ന് മാത്രം, ഒന്നിനും അയാൾ വന്നില്ലെന്ന് മാത്രമല്ല യാതൊരു പരാതിയുമില്ല. ഏത് ഈ 289 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അതേ കണക്കത്തൊരു ഈശ്വര വിശ്വാസി, ഭയങ്കര ഒരു മനുഷ്യനാണ്. അല്ല, അങ്ങനെ സഹിക്കാൻ പറ്റുമോ? അദ്ദേഹം അതിനുശേഷം ഒരു പരാതി അദ്ദേഹം കൊടുത്തില്ല. ശരി, അദ്ദേഹം എല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തു അല്ലെ? ഇനി എല്ലാം ഈശ്വരന്റെ കോടതിയിൽ തീരുമാനിക്കട്ടെ എന്ന് ഇദ്ദേഹം ചിന്തിച്ചു കാണണം. അല്ല, അങ്ങനെ ഈശ്വരന് വിട്ടുകൊടുക്കാൻ വേണം കേട്ടൊരു മനസ്സ്. എന്തായാലും ഇയാളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനൊന്നും ആയിരിക്കില്ല ചിന്തിക്കുക. ഇവൻ ഞാനാണെങ്കിൽ പോലും ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കത്തില്ല. ഉറപ്പായിട്ടും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ പെണ്ണിനെ ഞാൻ കോടതി കയറി ഇറക്കുക തന്നെ ചെയ്യും. അത് കൂടാതെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ കേസെടുത്ത പോലീസുകാരെയും നല്ലോണം വട്ടം കെറുക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നിട്ട് മാക്സിമം വാങ്ങിയെടുക്കാവുന്നതിന്റെ കോമ്പൻസേഷൻ അങ്ങ് വാങ്ങിയെടുക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നിർണായകമായിട്ടുള്ള 289 ദിവസങ്ങളാണ്. അതൊരിക്കലും ഇവർക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. മാത്രവുമല്ല, ഇത് കാരണം ഉണ്ടായേക്കാവുന്ന മറ്റു പ്രത്യാഘാതങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കോടതി അയാളെ വെറുതെ വിട്ടെങ്കിലും അയാൾ സ്റ്റിൽ കുറ്റക്കാരനാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകും. അവരുടെയൊക്കെ മുന്നിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഇയാൾ ഒരു പോക്സോ കേസിൽ പ്രതിയായിരിക്കും. അവരുടെയൊക്കെ മുന്നിൽ ഇയാൾക്ക് നേരിടേണ്ടി വരുന്ന മാനഹാനി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ ഈ പോലീസുകാരും ഈ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടിയും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇത് ദൈവത്തിന്റെ കോടതിയിലേക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് ഇദ്ദേഹം ഇതിനൊന്നും തയ്യാറായില്ല. അതീ പറയുന്ന പെൺകുട്ടിയുടെയും പോലീസുകാരുടെയും ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കള്ളക്കേസ് കൊടുത്ത ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പറഞ്ഞ ജോസഫിന്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞത് കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയും സംഭവിക്കാലോ. രഹസ്യമായി ഇവർ ഇയാളെ പോയി കണ്ട് എന്റെ മകളെ വെറുതെ വിടണം, അവൾക്ക് മുന്നിൽ ഒരു ഭാവിയുണ്ട്, അവളെ കോടതി കയറ്റി ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും ഒരു ഡാമേജ് സൂട്ടെങ്കിലും ഫയൽ ചെയ്യാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഇത്ര നല്ല മനുഷ്യരാകാൻ പാടില്ല. എന്തായാലും വല്ലാണ്ട് നല്ലവനായി കഴിഞ്ഞാല് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കേണ്ടതല്ലേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. അദ്ദേഹത്തിന് അതിനുശേഷം ആ മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് അദ്ദേഹത്തിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. അവര് തിരിച്ചു വിളിച്ചു. അപ്പോഴെന്താ അദ്ദേഹം അവിടെ ചെന്നു, എന്നെ മാനേജ്മെന്റ് വിളിപ്പിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ 1 രൂപ വാങ്ങിക്കാതെ കേസ് നടത്തി കൊടുത്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ അഭിഭാഷകർ വളരെ കുറവായി നാട്ടിൽ. സത്യം, ഇതുപോലെ ചിന്തിക്കുന്ന വക്കീലന്മാർ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. മാക്സിമം ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്നും എങ്ങനെ പണം പിഴിഞ്ഞെടുക്കാം എന്നാണ് ഇവിടുത്തെ ഒട്ടുമിക്ക വക്കീലന്മാരും ചിന്തിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെറ്റി കേസിന്റെ ആവശ്യത്തിന് എന്റെ കയ്യിൽ നിന്ന് ഒരു ഹൈക്കോടതി വക്കീൽ വാങ്ങിച്ചെടുത്തത് 25,000 രൂപയാണ്. സാധാരണ ഒരു പെറ്റി കേസിന്റെ ആവശ്യത്തിന്.
അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ വക്കീലന്മാരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ജനറലൈസ് ചെയ്യല്ലേ കേട്ടോ, ഇങ്ങനെ പോലുള്ള നല്ല വക്കീലന്മാരും ഉണ്ട്. പക്ഷെ ഒട്ടുമിക്ക വക്കീലന്മാരും മാക്സിമം പണം പിഴിഞ്ഞെടുക്കാൻ നോക്കുന്നവരാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോലുള്ള നല്ല മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസത്തിന് വക നൽകുന്ന കാര്യം തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ദൈവദൂതനായിട്ടാണ് ജോസഫിന്റെ മുന്നിൽ വന്ന് പെട്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം തോന്നുകയാണ് ഒന്ന് ജയിൽ വിസിറ്റ് നടത്തി കളയാമെന്ന്. അങ്ങനെ അദ്ദേഹം ജയിൽ വിസിറ്റ് നടത്തുന്നു, അവിടെ വെച്ച് ജോസഫിനെ പരിചയപ്പെടുന്നു, ജോസഫിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, ഫ്രീ ആയിട്ട് ജോസഫിന് കേസ് വാദിച്ചു കൊടുക്കുന്നു, അവസാനം ജോസഫിന് നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു നിമിത്തമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്ന് ഇങ്ങേർക്ക് ആ ജയിൽ വിസിറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ജോസഫിന് നീതി ലഭിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ എല്ലാം മുന്നിൽ ഒരു പോക്സോ കേസിലെ പ്രതിയായിട്ട് ജോസഫ് ഇന്നും ജയിലിൽ കഴിയേണ്ടി വന്നേനെ. എല്ലാം ഇവിടെ നിമിത്തം കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അതാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ, നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ ചുറ്റിലും നല്ല മനുഷ്യന്മാർ എവിടെയെങ്കിലും ഒക്കെ പ്രത്യക്ഷപ്പെടും. അതിന് ഉത്തമ ഉദാഹരണമാണ് ജോസഫിനെ സഹായിക്കാൻ ഈ നല്ലവനായിട്ടുള്ള വക്കീൽ പ്രത്യക്ഷപ്പെട്ടത്. അത് ജോസഫിന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി കേട്ടോ, കൂടുതലും നമ്മൾ പരിചയപ്പെടുന്നവരെല്ലാം അറിയാലോ. ഞങ്ങളൊരു ഓഫീസ്, ഞാൻ ലീഗൽ എയ്ഡ് കൂടുതൽ ബന്ധപ്പെട്ടും കൂടുതൽ നമ്മുടെ ഓഫീസിൽ കൂടുതൽ അങ്ങനത്തെ വർക്കാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. കാര്യം ഞാൻ ലീഗൽ എയ്ഡുമായി ഞാൻ ആലപ്പുഴയിലെ ലീഗൽ എയ്ഡ് കൗൺസിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കൂടുതലും അങ്ങനത്തെ വർക്കാണ്, സോഷ്യൽ വർക്ക് നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്നെ കൂടെ വിളിപ്പിച്ചിരുന്നു. ഞാൻ അവിടെ അപ്പോൾ അവിടെ ചെന്നപ്പം അവരെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെ അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട ശേഷം ഞങ്ങൾ വേറൊരാളെ അപ്പോയിന്റ് ചെയ്തു. അതുകൊണ്ട് ഇനി അദ്ദേഹം വരണമെന്ന് പറയാം. അദ്ദേഹം പറയും എനിക്ക് ആ ജോലി വേണ്ട, അദ്ദേഹം അവിടെ ജോലി ചെയ്തോട്ടെ. അത് നല്ല മനുഷ്യനാണല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇങ്ങനെ കൊണ്ടേ പറ്റൂ. സ്വന്തം ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മറ്റൊരാളുടെ ജോലി നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് അവിടെ ജോസഫ് ചിന്തിച്ചത് അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ജോസഫിനെ പോലുള്ള ആളുകൾ കൊണ്ടേ പറ്റൂ കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ മാക്സിമം എങ്ങനെയും ആ ജോലിയിൽ തിരിച്ചു കയറാനായിരിക്കും ശ്രമിക്കുക അല്ലേ? പക്ഷെ ഇങ്ങനെ ഇവിടെ ചിന്തിച്ചെന്താണ്, എനിക്ക് ജോലി കിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഉള്ള സെക്യൂരിറ്റിയുടെ ജോലി കളയേണ്ട എന്നാണ് അല്ലേ? ഇങ്ങനെ നല്ല മനുഷ്യന്മാര് കേട്ടോ. ബാക്കി കേട്ടോ, അതുകൊണ്ട് ഇന്ന് അദ്ദേഹം വരാത്ത കാര്യം, ഇത് ചാനലിൽ വന്ന് അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടാവും. അദ്ദേഹം വരാഞ്ഞത് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിനും അതിന്റെ വീട്ടുകാർക്കും നാട്ടിൽ ചെന്ന ഉടൻ എനിക്ക് വേണ്ടി അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. അദ്ദേഹം വരായിരുന്നു പ്രധാനമായിട്ടും വരാനുള്ള കാര്യം. തീർച്ചയായും ആ കുട്ടിക്കും അതിന്റെ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകണ്ട, വക്കീൽ മാത്രം പോയാൽ മതി, ഞാൻ വരുന്നില്ല. കാരണം ഇനിയൊരു എന്ത് പറയാനാണ് അല്ലേ? തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ പോലും ഇവിടെ ജോസഫ് ചിന്തിച്ചത് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടിയുടെ ഭാവിയെ കുറിച്ചാണ്, അവൾക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക അസ്വസ്ഥതകളെ കുറിച്ചാണ്. ഇതെല്ലാം ഈ ജോസഫിനെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ പെണ്ണും രണ്ടാമതൊന്നും അന്വേഷിക്കാതെ അയാൾക്കെതിരെ കേസ് ചുമത്തിയ പോലീസുകാരും കാണുന്നുണ്ടോ ആവോ? അവരെന്തായാലും ഇത് കാണണം. അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കുക തന്നെ വേണം. അവരിത് കാണട്ടെ, ഇത് കാരണം അവർക്ക് കുറ്റബോധം ഉണ്ടാവട്ടെ. ആ കുറ്റബോധം കാരണം ഇനിയുള്ള കാലം അവർ നീറി ജീവിക്കട്ടെ. അങ്ങനെയെങ്കിലും അവർ ചെയ്ത് തെറ്റിനൊരു പശ്ചാത്താപം ഉണ്ടാകട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ് അല്ലേ? ബാക്കി കേട്ടോക്കാം. അതെ, അങ്ങനെ ആലോചിക്കുന്ന കാര്യമില്ല. കാരണം എന്താ അറിയോ, അങ്ങനെ ലൈഫിൽ 289 ദിവസമാണ് പോയത്. ഈ കുട്ടിക്ക് ചെറിയ കള്ളത്തരം മാത്രമാണ്. അല്ല, അത് സത്യം തന്നെയാണ്. കാരണം അത് മാത്രമല്ല, അങ്ങനെ അതെങ്ങനെ ക്ഷമിക്കുന്നു എനിക്കറിയത്തില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാര് എന്നാൽ മകള്, മരുമോൻ, അവരെല്ലാവരും ശരിക്കും അനുഭവിക്കും. അത് സത്യമാണ് കേട്ടോ. നമ്മൾ ഇതിനെ കുറിച്ച് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് അയാളെ മാത്രമല്ല, അയാളുടെ കുടുംബം കൂടിയാണ്. ഇവിടെ ജോസഫിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജോസഫ് ജയിലിൽ കിടന്ന് 289 ദിവസങ്ങൾ ആ കുടുംബം പുറത്ത് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൊതുസമൂഹത്തിന് മുന്നിൽ ആ കുടുംബത്തിന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കുടുംബം അയാളെ കൂടെ നിന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അത് ഒഴിച്ചു നിർത്തിയാലും ആ കുടുംബം അനുഭവിച്ചത് ഒരിക്കലും ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഒരു കുടുംബത്തിനും ഇങ്ങനൊന്നും അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. എന്തായാലും ഇതുപോലുള്ള ഈ വ്യാജ മൊഴികൾ കൊടുക്കുക, വ്യാജ കേസുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ കാഴ്ചയാണ്. ഇതൊന്നും അപൂർവ സംഭവമൊന്നുമല്ല. ഈ കുറ്റാന്വേഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ അടിവരയിട്ട് കോടതിയിലൊക്കെ വരുന്നത്. അങ്ങേക്ക് എന്താ ഒരു അഭിഭാഷണം എന്നുള്ളതില്ലേ? പ്രത്യേകിച്ച് ഈ പോക്സോ കേസിൽ അങ്ങ് ഇടപെട്ടൊരു അതൊരു വ്യാജ കേസായിരുന്നു എന്ന് അറിയുന്നു. ഇത്രയും ദിവസം ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നു. കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വാസിയാണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു. നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഇവരുമായി, അല്ലെങ്കിൽ ഈ 289 ദിവസത്തിന് ഈ ശിക്ഷിച്ച കോടതിക്കോ അതല്ലെങ്കിൽ ഈ നടപടിയെടുത്ത പോലീസുകാർക്കോ ഈ കള്ളം പറഞ്ഞ പെൺകുട്ടിക്ക് ഒന്നും ഇയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സാറേ, പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല. അതാണ് ഇതിനകത്ത് ഒരു കോടതി പോലും ഇത് ശരിക്കും ഇങ്ങനെ വന്നിട്ട് ഒരു ഷോക്കോസ് പോലും ജഡ്ജ്മെന്റിൽ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു ജഡ്ജ്മെന്റിൽ ഒരു കമന്റ് വരണം. രണ്ടാമത് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലും
രണ്ടാമത് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലും ഇങ്ങനെ ഒരു പിന്നെ ഒരു വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു ജഡ്ജ്മെന്റിൽ വരുന്നു എന്ന് പലപ്പോഴും പലരും പറയാറില്ല. അവരെ എന്തുകൊണ്ട് കൂട്ടുപ്രതി ആക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു ലാച്ചസ് ഉണ്ടായി എന്നുള്ള ഒരു കമന്റ് പോലും വരുന്നില്ല. അതെ, അത് സത്യമാണ്. ഇവിടെ ശോഭാ വിശ്വനാഥ് പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇത്രയും വീഴ്ചകൾ വന്നിട്ടും എന്തുകൊണ്ട് പോലീസുകാരെ കോടതി ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല എന്നൊരു ചോദ്യം പോലും കോടതി പോലീസുകാരോട് ചോദിക്കുന്നില്ല? എന്റെ അഭിപ്രായത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസുകാരെയും കൂട്ടുപ്രതി ചേർക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു ശിക്ഷയെങ്കിലും പോലീസുകാർക്ക് കൊടുക്കണം. എന്നാലേ ഭാവിയിൽ ഇനിയെങ്കിലും പോലീസുകാർക്ക് പണിയെടുക്കാനുള്ള മടി മാറി കിട്ടത്തുള്ളൂ. അതില്ലാത്തടത്തോളം കാലം അവർ ഈ പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പരാതി വരുമ്പോഴേക്കും രണ്ടാമതൊന്നും അന്വേഷിക്കാതെ ആരോപണം നേരിട്ട വ്യക്തിയെ പിടിച്ചവരങ്ങ് പ്രതിയാക്കി മാറ്റും. അവസാനം അയാളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കപ്പെട്ടാലും പോലീസുകാർക്കെതിരെ യാതൊരു നടപടി ഉണ്ടാവത്തുമില്ല. അവർ അടുത്ത ആളോടും ഇതേ പരിപാടി കാണിക്കുകയും ചെയ്യും. ഇത് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയെങ്കിലും കോടതികൾ ഇത്തരം കേസുകളിൽ നിരപരാധികളെ വെറുതെ വിടുന്നതിനോടൊപ്പം തന്നെ പോലീസുകാർക്കും ചെറിയ രീതിയിലുള്ള ഒരു പണിഷ്മെന്റും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവിടെ പോലീസുകാർ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു അവസ്ഥ വരികയുള്ളൂ. ഞാൻ എന്റെ ഒരു സജഷൻ പറഞ്ഞതാണ് കേട്ടോ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.